പക്ഷെ വി എസിന് പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നു. അപ്പം മുമ്പ് നമ്മുടെ പാർട്ടി നേതാക്കൾ അത് സ്വീകരിച്ചിരുന്നില്ല. ഇത്തവണ എന്താണ് എൻ്റെ പാർട്ടി സ്റ്റാർട്ട്? അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ നിരവധി ആളുകൾക്ക്, സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് അന്ന് താമ്രപത്രം ഉൾപ്പെടെയുള്ള ബഹുമതി നൽകിയിരുന്നു. അങ്ങനെ ബഹുമതി നൽകിയപ്പോൾ അത് സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായിട്ട് കണ്ട കാര്യം, അതിപ്പോൾ പാർട്ടി എന്ന രീതിയിൽ തീരുമാനിച്ച് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യേണ്ടുന്ന ഒന്നല്ല. വ്യക്തി സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കാൻ അനുവാദം നൽകി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ അറിയുന്ന കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട്, കുറേ ആളുകൾ വാങ്ങിയിട്ടില്ല. ഇതാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട താമ്രപത്രത്തിൻ്റെ ഒരു അവസ്ഥ. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ബഹുമതി എന്ന രീതിയിൽ വ്യത്യസ്ത തുറകളിലുള്ള മഹൽ വ്യക്തികൾക്കും അതുപോലെ തന്നെ പ്രഗത്ഭമതികളായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ളവർക്കും ഈ വിശിഷ്ട ബഹുമതി നൽകുന്ന നില ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾക്ക്, നേതാക്കൾക്കുൾപ്പെടെ നൽകുന്ന ഇത്തരം ബഹുമതികളിൽ നമ്മൾ കണ്ട ഒരു കാര്യം, EMSനോട് ചോദിച്ചിരുന്നു. EMS അത് നിരസിക്കുകയാണ് ചെയ്തത്. ജ്യോതിബാസുവും ഇതേപോലെ തന്നെ നിരസിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യവുമായിട്ട് ബന്ധപ്പെട്ടും ഇക്കാര്യം പറഞ്ഞപ്പോൾ നിരസിക്കുന്ന നില സ്വീകരിച്ചു. ഇപ്പോഴും പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇവിടെ സഖാവ് BSൻ്റെ പ്രശ്നത്തിൽ BS ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിപ്പില്ല. മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത്. BSൻ്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും അവ സന്തോഷത്തിൽ പങ്കുചേരുക. അതാണ് ആ സംബന്ധിച്ചുള്ള കാര്യം. പാർട്ടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചു. വിവാദമായി നേരത്തെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവർ ജ്യോതിബസൊക്കെ നിരസിച്ച കാര്യം അറിയില്ലായിരുന്നു. ഇപ്പോൾ ആണ് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞത്. മരിച്ചിരിക്കുന്ന പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കാം. അല്ല, അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളതിൻ്റെ മേലെ സ്വീകരിക്കുമ്പോഴേ, കാരണം BS ഇല്ലല്ലോ. പിന്നെ BSൻ്റെ കുടുംബമാണ്. BSൻ്റെ കുടുംബം എടുക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുക. അതായത് മുമ്പ് അവാർഡ് ഇത് കിട്ടുന്ന സമയത്ത് അത് തീരുമാനിക്കാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. VS ഇല്ല. BS ഇല്ല. പിന്നെ ഉള്ളത് BSൻ്റെ കുടുംബത്തിനാണല്ലോ അത് ഏറ്റുവാങ്ങാൻ കഴിയുക. അപ്പോൾ കുടുംബം ഇപ്പം തന്നെ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ സ്വാഗതം ചെയ്യുന്നതിനാണ് എതിർത്ത് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അല്ല, അങ്ങനെ ഇപ്പോൾ ഓരോന്നിനെ പറ്റിയും പറയാൻ സാധിക്കുന്നില്ല. അതിൽ അർഹതയുള്ളവരുമുണ്ട്, വേണ്ടത്ര അർഹതയില്ലാത്തവർ, അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആത്മനിഷ്ഠ ഘടകം ഇതിലൊക്കെ കലർന്നിട്ടുണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഇതിലൊക്കെ ആത്മനിഷ്ഠ ഘടകങ്ങൾ സ്വാഭാവികം മാത്രം. അർഹതയുള്ളവരും ഇല്ലാത്തവരും എന്നൊക്കെ മാഷ് പറയുന്നതിന്റെ അർഹത ഇല്ലാത്തവർക്കല്ല ഞാൻ പറഞ്ഞത്, അത്ര ഇല്ലാതെ അങ്ങനെ ആയിരുന്നു. പാർട്ടി പറഞ്ഞിട്ടല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താമരപത്രം വാങ്ങുന്ന സന്ദർഭത്തിൽ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. ചിലർ വാങ്ങിയിട്ടുണ്ട്, ചിലർ വാങ്ങിയിട്ടില്ല. ഈ മാർക്സസ പുരസ്കാരം ശൈല ടീച്ചർക്ക് കൊടുത്തപ്പം ആ പാർട്ടി തീരുമാനിച്ചതാണ്. അത് ലോകം കണ്ട ഏറ്റവും വലിയ പാർട്ടി വിരുദ്ധൻ്റെ പേരാണത്. ആ പേരിലാണ് ഒരു അവാർഡ് കൊടുക്കുന്നത്. അത് പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗമെന്ന രീതിയിൽ വാങ്ങാൻ പാടില്ല എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയോട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചതാണ്. വാങ്ങുന്നില്ല എന്ന് ടീച്ചറും തീരുമാനിച്ചു. മറ്റൊന്ന്, ശശി തരൂർ ഇടതുപാളയത്തിലേക്ക് വരുന്നു എന്ന തരത്തിൽ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചകളുണ്ട്. പാർട്ടിക്ക് അതിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? അത് ഞാൻ സ്ഥിരം പറയുന്ന ഉത്തരമാണ്. അതിന് ഉത്തരം സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ആ ചോദ്യം, അതാ പറഞ്ഞത്, ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല.
അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായൊരു നേതാവായിട്ട് തുടരുകയും അദ്ദേഹം ഇപ്പോൾ BJP മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിരന്തരമായി വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് എന്നുള്ള പ്രചാരവേലൊക്കെ നടക്കുന്നതിൽ കാര്യമായ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ആദ്യം സർക്കാരിന്റെ ക്വാളിറ്റിയിലാണ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ. അല്ല, അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അത് പ്രതിപക്ഷം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന ധർമ്മം മാത്രമേ അദ്ദേഹം നിർവഹിച്ചുള്ളൂ. അതെന്താ പറഞ്ഞാൽ ക്രിയാത്മകമായ പിന്തുണ നൽകുക, തെറ്റാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യുക. ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെയല്ല. ലോകത്ത് ഇമാതിരി ഒരു പ്രതിപക്ഷം കേരളത്തെ പോലെ വേറെ എവിടെയില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ധാർഷ്ട്യത്തോടെ പറയുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിലല്ലാതെ ലോകത്ത് വേറെ ജനാധിപത്യ സമൂഹത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല. പക്ഷേ ഈ തരൂര് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ തടസ്സമൊന്നുമില്ല. എങ്ങനെ തരൂര് വന്നാൽ സ്വീകരിക്കാൻ തടസ്സമൊന്നും. അതാ ഞാൻ പറഞ്ഞത്, സാങ്കല്പികമായ ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം പറയുക, അതിൻ്റെ പൊതു നിയമം പറയുക. CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വർഗീയതക്കെതിരായിട്ടുള്ളത്, അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് പറയുന്ന കേരളത്തിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ പ്രക്രിയയിലൊക്കെ പങ്കുവഹിക്കുന്നതിന് വേണ്ടിയുള്ള മാനസികാവസ്ഥയോടുകൂടി വരുന്ന ആരെയും, ഏത് ഗ്രൂപ്പിനെയും ഏത് വിഭാഗത്തെയും സ്വാഗതം ചെയ്യുന്നതിൽ CPM-ന് യാതൊരു പ്രയാസമില്ല. മോദി വിരുദ്ധ സമീപനം വേണം. വർഗീയതല്ല ഞാൻ പറഞ്ഞത്, വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുക, കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുക. അങ്ങനെയുള്ളവർ ഏത് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ, ഈ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നാൽ ഞങ്ങൾ അവരെയെല്ലാം സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല. VD സതീശൻ പറഞ്ഞ വിസ്മയം എന്ത് വിസ്മയത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പണ്ട് ബോംബ് പറഞ്ഞില്ലേ, അതിൻ്റെ 2ാം അധ്യായമാണ് വിസ്മയം. ബോംബ് എങ്ങനെയാണോ പൊളിഞ്ഞത് അതുപോലെ വിസ്മയവും പൊളിയും, അത്രയേ ഉള്ളൂ കാര്യം. അദ്ദേഹം ഇങ്ങനെ ഓരോന്നിങ്ങനെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വർഗീയ വിരുദ്ധം പറയുന്ന പോലെ. ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടിച്ചേർത്തിട്ട് വർഗീയ വിരുദ്ധം പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? അതുപോലെയുള്ളൂ കാര്യം.